മുൻപ് ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരു വലിയ പ്രക്ഷോഭം ഈ രാജ്യത്ത് നടക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു. കർഷക മാർച്ച് ഈ മാസം 13-ന് ദില്ലി ചലോ മാർച്ച് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ആ മാർച്ചുമായി കർഷക സംഘടനകൾ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മഹാപഞ്ചായത്ത് കൂടിയിരുന്നു. ഇതിനു മുന്നോടിയായിട്ട് അതിർത്തികളെല്ലാം ഇപ്പോൾ അടച്ചിരിക്കുന്നു. ഹരിയാന, പഞ്ചാബ് അതിർത്തി അടച്ചിരിക്കുന്നു. ദില്ലി അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു. 8 ജില്ലകളിൽ ഇന്റർനെറ്റ് പൂർണ്ണമായി വിച്ഛേദിച്ചിരിക്കുന്നു. അംബാല, കുരുക്ഷേത്ര, കൈതാൽ, ജിന്ദ്, ഹിസാർ, ഫത്തേഹാബാദ്, സിർസ എന്നീ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ കർഷക സംഘടനകളുള്ളത്. ഒരു വലിയ സമരത്തിൽ തന്നെ 200ഓളം കർഷക സംഘടനകൾ ഈ സമരത്തിൽ പങ്കെടുക്കുമെന്ന് ആണ് ഈ കർഷക സംഘടനകളുടെ നേതാക്കന്മാർ പറയുന്നത്. അവർ ദില്ലി ചലോ മാർച്ചിലാണ്. ഇതിൽ ചില സംഘടനകൾ പ്രക്ഷോഭത്തിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, മുൻപ് ഈ നടന്ന കർഷക സമരത്തിന് പിന്നിലൊക്കെ ഖാലിസ്ഥാൻ അനുകൂല സംഘടനകളുടെയൊക്കെ വലിയ സ്വാധീനമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ പഴയതുപോലെ ആകില്ല. ഇപ്പോൾ ഹരിയാനയിൽ ഉടനീളം ബാരിക്കേഡുകൾ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. സാധാരണ ബാരിക്കേഡല്ല, നമുക്കറിയാം സാധാരണ പോലീസ് സ്ഥാപിക്കുന്ന ബാരിക്കേഡല്ല ഇത്തവണ സ്ഥാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കർഷക സമരത്തിന് സ്ഥാപിച്ച ബാരിക്കേഡ് അല്ല ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്. സിമന്റ് കൊണ്ടുണ്ടാക്കിയ ബാരിക്കേഡുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതിലെല്ലാം ആണികൾ തറച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ബൾക്കായിട്ട് SMS അയക്കുന്ന സംവിധാനവും ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ രീതിയിൽ തന്നെ ദില്ലിയിൽ മുന്നൊരുക്കം തുടങ്ങിയിട്ടുണ്ട്. ദില്ലി അതിർത്തിയിൽ തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കാരണം പഴയതുപോലെ ഈ കർഷക സമരത്തിനെ അഴിഞ്ഞാടാൻ വിടില്ല, അല്ലെങ്കിൽ കർഷകർ അഴിഞ്ഞാടാൻ വിടില്ല എന്ന നിശ്ചയദാർഢ്യത്തിലാണ് ഹരിയാന, ഒപ്പം തന്നെ ദില്ലി സർക്കാരുകൾ. പഞ്ചാബിൽ നിന്നും മറ്റുമൊക്കെ നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി ഖാലിസ്ഥാൻ സംഘടനകൾ വലിയ രീതിയിലുള്ള ഭീഷണികൾ സർക്കാരിനെതിരെ മുഴക്കുന്നുണ്ടായിരുന്നു. അവർക്ക് അവസാന പിടിവള്ളിയാണ് ഈ കർഷക സമരം. പഴയതുപോലെ അഴിഞ്ഞാട്ടം നടത്തിക്കൊണ്ട് സർക്കാരിനെ മുൾമുനയിൽ നിർത്താം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ എതിരെ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കാമെന്ന്. പക്ഷേ അത് എത്രത്തോളം വിജയിക്കുമെന്നറിയില്ല. എങ്കിലും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നു. ഒപ്പം തന്നെ കർഷക സംഘടനകളും ഒരു സമരത്തിനായി ഒരുങ്ങുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.